ഹലോ, ഗുഡ് മോർണിംഗ്. ബോണഫൈഡ് BSc എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് KATക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പറയാനാണ് വന്നത്. അപ്പോൾ ഈ 50 മാർക്കിൽ 10 മൊഡ്യൂളുകളായിട്ട് നിരവധി ലോ സബ്ജക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. അത് മുഴുവനായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചെടുക്കാനുള്ളൊരു സമയം നമുക്കില്ല. അപ്പോൾ കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ച് ഓവറോൾ മനസ്സിലാക്കി കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാനുള്ള സമയമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂളിലെയും ഓരോ സബ്ജക്റ്റും സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ജൂറിസ്പ്രുഡൻസ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ജൂറിസ്പ്രുഡൻസ് എന്നുള്ള സബ്ജക്റ്റിലെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ നിയമം എങ്ങനെ വന്നു, അതിൻ്റെ ഘടന എന്തൊക്കെയാണ് എന്നൊക്കെ ഇവോൾവ് ചെയ്ത് വന്ന ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ പോയാൽ നമുക്ക് പല ഒപ്പീനിയനുകളും പല ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടും. അതേപോലെ തന്നെ ഈ നിയമം വന്ന വഴി, ഇതിൻ്റെ ഘടന, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അതിന് പല ജൂറിസ്റ്റുകളും പല ഒപ്പീനിയനുകളാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ പല അഭിപ്രായങ്ങളാണ്. അങ്ങനെ ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ പറഞ്ഞ കുറച്ച് പേര് ചേർന്ന് ഉണ്ടായി വന്നതാണ്. അങ്ങനെ ഓരോ ഒപ്പീനിയനും പറഞ്ഞ് ഗ്രൂപ്പായിട്ട് ഇവോൾവ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ഓരോ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിന് വിവിധ തരം സ്കൂൾസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 സ്കൂൾസാണ് പഠിക്കാനുള്ളത്. ആ 5 സ്കൂൾസിലും ഓരോ സ്കൂളിലും അത് ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന ജൂറിസ്റ്റുകളെയും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ 5 സ്കൂൾസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 5 സ്കൂൾസ് ഓർത്ത് വെക്കാൻ ഞാനൊരു കോഡ് പറയാം. ജസ്റ്റ് അത് ഓർക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വേർഡ്, ഓരോ സ്കൂളിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയൊരു വേർഡ് മാത്രമാണ്. നിങ്ങൾക്കത് കണക്ട് ചെയ്തോട്ടെ എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. ആ വേർഡ് വേറെ ഒന്നുമായിട്ടും ചിന്തിക്കേണ്ട. അഹിംസ നാറി, അങ്ങനെ ആലോചിച്ച് നോക്കെ. അഹിംസ നാറി. അപ്പോൾ എന്താ, ഈ ഓരോ വേർഡും ഓരോ സ്കൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്ന അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഹിസ്റ്ററിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. എന്ന് പറയുന്നത് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. റിയലിസ്റ്റിക് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. അങ്ങനെ 5 വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ സ്കൂളിനെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ സ്കൂളിലും സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇതേപോലെ നമ്മൾ കോഡ് വെച്ച് പഠിച്ചങ്ങെടുത്തേക്കുക. ഒന്നാമത്തത് നാച്ചുറൽ സ്കൂളാണ് നമ്മൾ നോക്കുന്നത്. നാച്ചുറൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ നാച്ചുറൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ലോ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഘടന എന്നൊക്കെ പറയുന്നത് എന്താണെന്നാ, അതൊരു പ്രകൃതി നിയമങ്ങളോട് ഇണങ്ങി നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പ്രകൃതി നിയമങ്ങളോട് ഇണങ്ങി നിൽക്കുന്നതാണ്. ധർമ്മം, അധർമ്മം, നീതി, ജസ്റ്റ് ആയത്, അൺജസ്റ്റ് ആയത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിയമം വന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് അൾട്ടിമേറ്റ്ലി നിയമം ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നാച്ചുറൽ സ്കൂളുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്കൂളിൻ്റെ കീഴിലും ഇങ്ങനെയുള്ള ഒരു കണക്റ്റിംഗ് വേർഡിനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലോ ബേസ്ഡ് ഓൺ റീസൺ എന്ന് പറഞ്ഞാൽ കുറേ പ്രിൻസിപ്പിൾ, തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിളാണ് എന്നാണ് ഇവർ പറയുന്നത്. മൊറാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, എത്തിക്കൽ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയുള്ള പ്രിൻസിപ്പിളാണ് നിയമം എന്ന് പറയുന്നതാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ സൊസൈറ്റിയിലൊരു കൃത്യമായൊരു കൺട്രോളിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൊറാലിറ്റിയെ അനുസരിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇവർ പറയുന്ന മോറൽ പ്രിൻസിപ്പിൾ എന്താണ്, ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് ഇവർ ബേസ് ചെയ്തിട്ടുള്ളത്, ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിൻ്റെ കീഴിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ്, ഫെയർ, റീസണബിൾ, ഡിവൈൻ, നാച്ചുറൽ ലോ, മൊറാലിറ്റി, എത്തിക്കൽ വാല്യൂസ്, റീസൺസ്, അങ്ങനെയൊക്കെ ഉള്ള ലോജിക്, റീസൺ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് നാച്ചുറൽ ലോ സ്കൂൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് നാച്ചുറൽ ലോ സ്കൂളുകാരാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഇത് സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകളുടെ പേര് ഓർത്ത് വെക്കണം. അത് ഞാനൊരു കോഡിലൂടെ പറഞ്ഞുതരാം. കോഡ് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോ.
തോമയുടെ ഹോബിയാണ് തോമയുടെ ഹോബിയാണ് നാച്ചുറൽ ലുക്കുള്ളവരെ നാച്ചുറൽ ലുക്കുള്ളവരെ കണ്ടാൽ തോമ എന്ത് പറയും? ഓ ഗ്രേറ്റ് എന്ന് പറയും. അപ്പോൾ തോമയുടെ ഹോബിയാണ് നാച്ചുറൽ ലുക്കുള്ളവരെ കണ്ടാൽ ഓ ഗ്രേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ്. ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തത് തോമസ് അക്വിനാസ്. ഹോബി തോമസ് ഹോബ്സ്. 2 തോമസ് ഉണ്ട്, തോമസ് അക്വിനാസ്, തോമസ് ഹോബ്സ്. നാച്ചുറൽ ലുക്ക് എന്നുള്ളത് നാച്ചുറൽ എന്നിട്ടത് ആ സ്കൂളിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ലുക്ക് ജോൺ ലോക്ക്. അടുത്തത് കണ്ടാൽ ഇമ്മാനുവൽ കാൻഡ്. ഗ്രേറ്റ് എന്ന് പറയും. ഹ്യൂഗോ ഗ്രേഷ്യസ്. അപ്പോൾ എന്തൊക്കെയാണ്? തോമസ് അക്വിനാസ്, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാൻഡ്, ഹ്യൂഗോ ഗ്രേഷ്യസ്. ഇത്രയും വ്യക്തികളാണ് നാച്ചുറൽ സ്കൂളിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളത്. ആ കോഡും വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം നാച്ചുറൽ സ്കൂളുകാരുടെ കണക്ട് ചെയ്യേണ്ട വേർഡ്സ് ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ലോ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ എത്തിക്കലായിട്ടുള്ള മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിയമം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അത് ഏത് സ്കൂളിനെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നാച്ചുറൽ സ്കൂളിനെയാണ് കണക്ട് ചെയ്യുന്നത്. നാച്ചുറൽ സ്കൂളിനെ കണക്ട് ചെയ്യുന്ന വ്യക്തികളെ ചോദിച്ചാൽ തോമസ് അക്വിനാസ്, ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്, ഇമ്മാനുവൽ കാൻഡ്, പിന്നെ ഹ്യൂഗോ ഗ്രേഷ്യസ്. ഇത്രയും വ്യക്തികളാണ്. ഇനി ഓരോ വ്യക്തികളും പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.